ഹരിയാനയിലെ റോത്തക് ജില്ലയിലുള്ള സാംബ്ലയിൽ ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു സൂട്ട് കേസ് കണ്ടെത്തുന്നു. പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ദേശീയപാതയോരത്തായിരുന്നു പെട്ടി കിടന്നിരുന്നത്. സംശയം തോന്നിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. ഉടൻ പോലീസ് സ്ഥലത്തെത്തി സ്യൂട്ട് കേസ് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച. അകത്ത് തുണിയിൽ കൂട്ടിക്കെട്ടിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ റോത്തക് MLAയും കോൺഗ്രസ് നേതാവുമായ ബി ബാത്രയ്ക്ക് ആ രംഗം ശരിക്കും ഞെട്ടലായിരുന്നു. കോൺഗ്രസിന്റെ യുവനേതാവായ ഹിമാനി നർവാളായിരുന്നു അത്. പ്രായം വെറും 22. 2023 രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയെ സംസ്ഥാനത്തെങ്ങും അനുഗമിച്ച സംഘത്തിൽ അംഗമായിരുന്നു ആ യുവതി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രചാരണ രംഗത്ത് സജീവവുമായിരുന്നു. ഹരിയാന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ പ്രചാരണ സംഘത്തിലായിരുന്നു അവർ പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത്. MLA തന്നെയാണ് മൃതദേഹം ഹിമാനിയുടേതാണെന്ന് തിരിച്ചറിയുന്നത്. സോനിപത്തിലെ റിന്ദാന സ്വദേശിയാണ് ഹിമാനി. LLB വിദ്യാർത്ഥി. ഇപ്പോൾ റോത്തക്കിലാണ് താമസം. കഴുത്തു ഞെരിച്ച് കൊന്നതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൈകളിൽ മൈലാഞ്ചി ഉണ്ടെന്നും തൊട്ടു മുൻപെന്തോ ആഘോഷ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നുവെന്നുമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും സാംബ്ല പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് വിജേന്ദർ സിംഗ് പറയുന്നു. കൊലപാതകം ആസൂത്രിതമാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് ഹിമാനി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും മാധ്യമങ്ങളിലും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. പരമ്പരാഗത ഹരിയാന വേഷത്തിലായിരുന്നു പലയിടത്തും യുവതി യാത്രയെ അനുഗമിച്ചത്. ഇതേ വസ്ത്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് നടക്കുന്ന ചിത്രം ദേശീയ തലത്തിലും വൈറലായിരുന്നു. ഹിമാനിക്ക് പാർട്ടിക്കുള്ളിൽ തന്നെ ശത്രുക്കളുണ്ടെന്നാണ് മാതാവ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത്. മുതിർന്ന നേതാക്കളുമായി അവൾക്കുള്ള അടുപ്പത്തിൽ പലർക്കും അസൂയയും നീരസവും ഉണ്ടായിരുന്നു. ഹൂഡ കുടുംബവുമായി ഉറ്റ ബന്ധമാണ് ഹിമാനിക്കുണ്ടായിരുന്നത്. ഇതിനു പുറമെ രാഹുൽ ഗാന്ധിയുമായും അടുത്ത ബന്ധം സ്ഥാപിച്ചത് ശത്രുക്കളെ കൂടുതൽ അസ്വസ്ഥമാക്കിയെന്നും അമ്മ സവിത ആരോപിച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു കുടുംബ തർക്കത്തെ തുടർന്ന് ഭീതിയിലാണ് കഴിയുന്നതെന്നും അമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2011 മൂത്ത മകനും കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തിൽ ഇതുവരെ നീതി ലഭിച്ചിട്ടില്ലെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി പ്രവർത്തനത്തിൽ നിരാശയിലായിരുന്നു ഹിമാനി. സ്വന്തമായൊരു ജോലി കണ്ടെത്തണമെന്നും പാർട്ടി പ്രവർത്തനവുമായി അധികകാലം മുന്നോട്ട് പോകാനാകില്ലെന്നും മകൾ പറഞ്ഞിരുന്നതായും അമ്മ സവിത പറയുന്നുണ്ട്. ഹിമാനി 10 വർഷത്തോളമായി കോൺഗ്രസിൽ സജീവമാണെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസ് റോത്തക് റൂറൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെ ഏൽപ്പിച്ച ഏത് സംഘടനാ ഉത്തരവാദിത്വവും വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസും പറയുന്നുണ്ട്. കോൺഗ്രസ് ദേശീയ കമ്മിറ്റി മുതൽ ഉന്നത നേതാക്കൾ വരെ ഹിമാനിയുടെ മരണത്തിൽ സോഷ്യൽ മീഡിയയിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലപാതകത്തിൽ ഉന്നത തലത്തിലുള്ള നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് ഭൂപീന്ദർ സിംഗ് ഹൂഡ ആവശ്യപ്പെടുന്നു. ഹൂഡയുടെ ഭാര്യ ആശാ ഹൂഡയുടെയും അടുത്തയാളായിരുന്നു ഹിമാനി എന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രാകൃതമായ കൊലപാതകമാണ് നടന്നതെന്ന് റോത്തക് MLAയും കോൺഗ്രസ് നേതാവുമായ BB ബാത്ര പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സംസ്ഥാനത്തെത്തിയപ്പോൾ സജീവമായി പങ്കെടുത്തയാളാണ് ഹിമാനി. സംഭവത്തിൽ പ്രതികളെ എത്രയും വേഗത്തിൽ പിടികൂടി ശിക്ഷ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും ഇനിയും പ്രതികളെ പിടികൂടാനായിട്ടില്ല. കൊലപാതകത്തിന് കാരണം എന്താണെന്നും ഇനിയും ഒരു സൂചനയും ലഭിച്ചിട്ടുമില്ല. റോത്തക്കിലെ PGIMS ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം നിലവിൽ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ മകൾക്ക് നീതി ലഭിക്കും വരെ സംസ്കാരം നടത്തില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കുടുംബവും.